ഒരു വ്യക്തി ബോട്ട് തുഴയാൻ എക്സ്കവേറ്റർ ഉപയോഗിച്ചെന്നും അത് യാതൊരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് നീങ്ങിയെന്നും ഒരു അഭ്യൂഹമുണ്ട്. ചില ആളുകൾ ഇതിനെ സർഫിംഗ് വരെ ഉപയോഗിക്കാം എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ഒരു എക്സ്കവേറ്ററിന് ശരിക്കും ഇങ്ങനെയുള്ള സ്റ്റണ്ടുകൾ ചെയ്യാൻ സാധിക്കുമോ? ഇത് കണ്ടെത്താനായി ഒരു ടീം 2 എക്സ്കവേറ്ററുകൾ കൊണ്ടുവന്ന് അവ ഒരു ബോട്ടിന്റെ ഡെക്ക് ശക്തമായി ഉറപ്പിച്ചു. യഥാർത്ഥ പരീക്ഷണത്തിന് മുൻപ് അവർ ചെറിയ രീതിയിൽ ഇതൊന്ന് പരിശീലിച്ചു നോക്കി. എല്ലാം തയ്യാറായതിനു ശേഷം ബോട്ട് കരയിൽ നിന്നും അരമൈൽ അകലേക്ക് മാറ്റുകയും എക്സ്കവേറ്ററുകൾ മാത്രം ഉപയോഗിച്ച് തുഴഞ്ഞ് തിരികെ വരാൻ അവർ ശ്രമിക്കുകയും ചെയ്തു. മനുഷ്യർ തുഴയുന്നത് പോലെ തന്നെ അവരും എക്സ്കവേറ്ററിന്റെ ബക്കറ്റ് വെള്ളത്തിലേക്ക് താഴ്ത്തി വീണ്ടും പിന്നോട്ട് വലിച്ച് ഇത് പരീക്ഷിച്ചു. ആദ്യം ഇത് വിചാരിച്ചതിലും നന്നായി പ്രവർത്തിച്ചെങ്കിലും ശക്തമായ നീരൊഴുക്ക് കാരണം ബോട്ട് വഴിമാറി പോവുകയും മുന്നോട്ട് പോകുന്നതിന് പകരം വട്ടത്തിൽ കറങ്ങാൻ തുടങ്ങുകയും ചെയ്തു. ശക്തമായ നീരൊഴുക്കിൽ നിന്നും മാറിയതിനു ശേഷം അവർ വീണ്ടും ശ്രമിച്ചു. ഇത്തവണ ഫലം വളരെ മികച്ചതായിരുന്നു. ബോട്ട് വേഗത കൈവരിക്കുകയും സ്ഥിരതയോടെ കരയിലേക്ക് നീങ്ങുകയും ചെയ്തു. ഒടുവിൽ അവർ വിജയകരമായി ബോട്ട് ജെട്ടിയിൽ അടുപ്പിച്ചു. അതെ, എക്സ്കവേറ്റർ ഉപയോഗിച്ച് ബോട്ട് തുഴയാൻ സാധിക്കുമെന്നത് ഒരു യഥാർത്ഥ കാര്യമാണ്. എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള വാട്ടർ സ്കീയിങ്. എന്നാൽ വെള്ളത്തിൽ കറങ്ങി നിന്ന് മറ്റൊരാളെ വാട്ടർ സ്കീയർ ചെയ്യാൻ എക്സ്കവേറ്ററിന് സാധിക്കുമോ? ജിമ്മി എന്ന വ്യക്തി എക്സ്കവേറ്റർ കേവലം 10 ഇഞ്ച് മാത്രം ആഴമുള്ള ഒരു തടാകത്തിലേക്ക് ഇറക്കി നിർത്തി. ആഡം എന്ന വ്യക്തി സ്കീയറായി മാറി ഒരു കയർ എക്സ്കവേറ്ററിന്റെ ബക്കറ്റിൽ കെട്ടി അതിന്റെ മറുതലപ്പിൽ പിടിച്ചുകൊണ്ട് ഒരു ബോർഡിൽ നിലയുറപ്പിച്ചു. ജിമ്മി പതുക്കെ എക്സ്കവേറ്റർ കറക്കാൻ തുടങ്ങിയപ്പോൾ ആഡത്തിന് ബാലൻസ് നിലനിർത്താൻ സാധിക്കാതെ അദ്ദേഹം വീണ്ടും വെള്ളത്തിലേക്ക് വീണുപോയി. തുടർന്ന് ജിമ്മി ബക്കറ്റ് അല്പം കൂടി ഉയർത്തുകയും കറങ്ങുന്നതിന്റെ വേഗത കൂട്ടുകയും ചെയ്തു. അതോടെ കാര്യങ്ങളെല്ലാം മാറിമറിഞ്ഞു. ആഡം ഒരു പ്രൊഫഷണൽ വാട്ടർ സ്കീയർ അല്ലാതിരുന്നിട്ടും എക്സ്കവേറ്റർ അദ്ദേഹത്തെ വലിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ വെള്ളത്തിനു മീതെ വളരെ സുഗമമായി തെന്നി നീങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചു.